Look out! Oh, Roman Reigns with a Superman punch to Axel and one to Dallas. Roman knows what's at stake. This is a brilliant strategy by the big dog. Take out the peripheral threats. Oh! Drive-by to Axel. Now what this is right here, Roman Reigns had a whole week. ചില്ലറപ്പെട്ട ആളല്ല എൻ്റെ മുമ്പേ ഇരിക്കുന്നത്. മോൻ്റെ പേര് ദേവനാരായണൻ. ഇതിൻ്റെ യഥാർത്ഥ പേരെന്താണ്? ആം റെസ്ലിംഗ്, അതായത് പഞ്ചഗുസ്തി. സാധാരണഗതിയിൽ എത്ര വയസ്സായി? എനിക്ക് 17. ഈ പ്രായത്തിലൊക്കെ എല്ലാ പിള്ളേരും ക്രിക്കറ്റ് അല്ലെങ്കിൽ കരാട്ടെ, കുങ്ഫു ഇതിലൊക്കെയാണ് താല്പര്യം എടുക്കുന്നത്. അച്ഛൻ ഈ പഞ്ചഗുസ്തിയുടെ വല്ല ആളായിരുന്നു? അച്ഛൻ പിന്നെ എന്താണ് പരിപാടി? അപ്പോൾ ആധാരം എഴുത്തായിരുന്നു അച്ഛന് ജോലി. ഇപ്പോഴും അത് തന്നെയാണ്. ആ ആധാരം എഴുതുന്ന ആളിൻ്റെ മോനാണ് പഞ്ചഗുസ്തിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. സ്റ്റേറ്റ് വിന്നറാണ് അല്ലേ? എങ്ങനെ ഇതിലോട്ട് വന്നു? എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു കൊണ്ട്, ഇപ്പോഴും ഉണ്ട്. അവൻ്റെ കൂടെ ഇങ്ങനെ നേരത്തെ അവൻ എന്നെ തോപ്പിക്കായിരുന്നു. എങ്ങനെ? ആം റെസ്ലിംഗിൽ തോപ്പിക്കായിരുന്നു. അവൻ നേരത്തെ ഇത് ഇല്ല അല്ലാതെ ചുമ്മാ പിടിക്കുമ്പോൾ തോപ്പിക്കായിരുന്നു. അപ്പോഴത്തേക്കും ഇങ്ങനോട് പിള്ളേരായിട്ട് പിടിക്കത്തില്ല സ്കൂളിൽ. അപ്പോഴത്തേക്ക് എനിക്ക് ഇവനെ തോപ്പിക്കാൻ ആദിത്യൻ എന്നാണ് അവൻ്റെ പേര്. ആദിത്യൻ. അപ്പോൾ എനിക്ക് ഇവനെ തോപ്പിക്കാൻ വേണ്ടി എന്തോ ഭയങ്കര ത്വരയും ഇതൊക്കെ ആയി ഞാൻ പിന്നെ യൂട്യൂബിലൊക്കെ അതിൻ്റെ വർക്കൗട്ടൊക്കെ നോക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഇവിടെ ഉള്ള സംവിധാനം വെച്ച് ജിമ്മിലൊന്നും അപ്പോൾ പോകത്തില്ല +1. അപ്പം ഗ്യാസ് കുറ്റി ഇവിടെ ഉണ്ട്. ഗ്യാസ് കുറ്റി ബെൽറ്റ് കെട്ടി ഇങ്ങനെ അടിക്കുമായിരുന്നു, വർക്കൗട്ട് ചെയ്യുമായിരുന്നു. എങ്ങനെ ഗ്യാസ് കുറ്റിയിൽ? ഗ്യാസ് കുറ്റി ഇങ്ങനെ കയ്യിൽ ബെൽറ്റ് കെട്ടും, എന്നിട്ട് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ അടിക്കും. പ്രൊണേഷൻ എന്ന് പറയുന്നത് 2 മൂവ്മെന്റ് ഉണ്ട്, സൂപ്പർനേഷൻ, പ്രൊണേഷൻ ചെയ്യാറ്. പക്ഷെ എൻ്റെ മൂവ്മെന്റ് സൂപ്പർനേഷനാണ്. എനിക്ക് അപ്പം അറിഞ്ഞൂടല്ലോ, അപ്പം ഇങ്ങനെ ചെയ്യാറ്. പിന്നെ അവനെ തോപ്പിച്ച് പിന്നെ ഇതേപോലെ ഇങ്ങനെ ജിമ്മിലൊക്കെ ചെന്ന് പിടിക്കുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മളെ കോച്ചിനെ കണ്ട്, മുഹമ്മദ് റാസി എന്ന് പറഞ്ഞു. നമുക്ക് 2 കോച്ചുണ്ട്, മുഹമ്മദ് റാസിയും ബെഞ്ചിത്തേട്ടനും. അവര് പിന്നെ നാഷണൽ ലെവലിലൊക്കെ പങ്കെടുത്ത നാഷണലല്ല, സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്ത് പക്ഷെ കിട്ടിയില്ല. ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റാണ് 7-8 പ്രാവശ്യം ആയി. അപ്പോൾ ഈ സ്റ്റേറ്റിലെ ചാമ്പ്യൻഷിപ്പ് എങ്ങനെയാണ്? സ്റ്റേറ്റിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്, നിറയെ എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാർ നിറയെ ഉണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേക വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്? വെയിറ്റ് ഉണ്ട്. ആദ്യം വെയിറ്റ് കാറ്റഗറി വെച്ചാണ് ഇറങ്ങണത്. പിന്നെ അല്ലാതെ വെയിറ്റിൽ ഫസ്റ്റ് കിട്ടിയതിൽ COC എന്ന് പറഞ്ഞ സാധനമുണ്ട്, ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ്. എല്ലാ വെയിറ്റിലും തോപ്പിക്കുന്ന ഫസ്റ്റ് കിട്ടുന്നത് അതാണ്. അങ്ങനെ എത്ര പേരുണ്ടാവും ഒരു വെയിലിൽ പിടിക്കാൻ? മിനിമം എല്ലാ ജില്ലയിൽ നിന്ന് 2 പേര് അയച്ചാണ് പറഞ്ഞത്. ഫസ്റ്റ് സെക്കൻഡ് തിരുവനന്തപുരത്ത് നിന്ന് ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ 2 പേര്. അതുപോലെ എല്ലാ ജില്ലയിൽ നിന്നും ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ 2 പേരാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാ ജില്ലയിൽ നിന്നും ഒരു അപ്പം ടോട്ടൽ എത്ര പിന്നെ മെമ്പേഴ്സ് കാണും? ടോട്ടൽ ഫീമെയിൽസിനും ഉണ്ട് ഇത് ആം റെസ്ലിംഗ്. എല്ലാം കൂടെ ചേർത്ത് ഒരു 3 ദിവസം വെച്ച് ഭയങ്കര വലിയ പ്രോഗ്രാം ആയിട്ടാണ് നടത്തിയത്. എവിടെ വെച്ചാൽ? കോഴിക്കോട് വെച്ച്. അതിൽ സ്റ്റേറ്റ് വിന്നറായിട്ട് ദേവനാരായണൻ വന്നു. എത്ര കടമ്പകൾ കടന്നാണ് ഇതിലോട്ട് വന്നത്? കടമ്പയൊന്നുമില്ല ചേട്ടാ. ഞാൻ ഇതെന്ന് വെച്ചാൽ എന്താ, എങ്ങനെയാ, ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇത് കോച്ചിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവർ പറഞ്ഞാൽ നിനക്കിതിൽ അത്യാവശ്യം മുന്നേറാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ പറഞ്ഞിട്ട് അവിടെ പ്രാക്ടീസിന് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ എല്ലാ ശനിയാഴ്ചയും ടേബിൾ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാ ശനിയാഴ്ചയും ചെന്ന് പ്രാക്ടീസ് ചെയ്യും. പിന്നെ അപ്പം ആദ്യമൊന്നും ചുമ്മാ ഇതേപോലെ ഓപ്പൺ ടൂർണമെന്റ് ഒക്കെ ഉണ്ട്, ജയിക്കുമ്പോൾ പൈസ കിട്ടുന്ന 4000 രൂപ കിട്ടും, ഫസ്റ്റ് അടിച്ചാൽ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പൈസക്ക് ഇങ്ങനെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയെ. പിന്നെ അതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇത് ഇന്റർനാഷണൽ വരെ ഉണ്ട്, വേൾഡ് വൈഡ് വരെ അങ്ങനത്തെ ഒരു സ്പോർട്സ് ആണ്. വേൾഡ് ചാമ്പ്യൻ ആരാണ് ഇപ്പോൾ? വേൾഡ് ചാമ്പ്യൻ ഇപ്പം ദമൻ ലാർട്ട് എന്ന് പറഞ്ഞ അതൊന്നും എവിടുത്തുകാരനാണ്? കനേഡിയൻ. എത്ര വയസ്സ് വരും അദ്ദേഹത്തിന്? അത് ഉറപ്പ് അറിയത്തില്ല, 40 എത്രയായിരിക്കും. ആണ്. മോൻ എത്ര വയസ്സായി? എനിക്ക് 17. ഈ സ്പോർട്സ് ഭയങ്കര വളർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ വലുതായിട്ട് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ അറിയത്തില്ലെന്ന് വെച്ചാൽ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് അറിഞ്ഞൂടെ, പക്ഷേ അല്ലാതെ തന്നെ ഇത് വേൾഡ് ലെവലിലുണ്ട്. അപ്പോൾ ഇതല്ലാതെ വേറെ മറ്റ് സ്പോർട്സ് ഏതെങ്കിലും പിന്നെ താല്പര്യമില്ല? ഞാൻ പണ്ട് തൊട്ട് എല്ലാ സ്പോർട്സിലും നല്ല താല്പര്യമാണ്. ഞാൻ പിന്നെ ഇതിലോട്ട് പറഞ്ഞില്ല, ഇതേപോലെ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു ടൂർണമെന്റിന് പോയി അങ്ങനെ ജയിച്ച് അങ്ങനെ ഇതായതാണ്. ഇപ്പോൾ നിലവിലെ കേരളത്തിലെ ചാമ്പ്യൻ ദേവനാരായണൻ. ജൂനിയർ. സീനിയറിൽ ആരാണ്? സീനിയറിൽ സ്റ്റീവ് തോമസ് എന്ന് പറഞ്ഞ. എവിടുത്തുകാരനാ? വയനാടാണെന്ന് തോന്നുന്നു. ആണ്. അപ്പോൾ അത്യാവശ്യം ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് പിടിച്ച് നിൽക്കാം അല്ലേ? അത്യാവശ്യം എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ അച്ഛൻ്റെ അടുത്ത് പൈസ ചോദിക്കുമ്പോൾ പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ അല്ല, അച്ഛൻ്റെ ഒരു ഭയം കാണൂല്ലേ? ഇല്ലേ? ഞാൻ മോനെ അവൻ പൈസ ചോദിച്ചിട്ട് അവന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവൻ കയ്യേറ്റ പിടിച്ച് ഒടിച്ചു കളയോ എന്നൊരു ഭയം ഉള്ളതുകൊണ്ട് പാവം
ആധാരമെഴുത്താണ്. അച്ഛനും കൈകൊണ്ടുള്ള പിന്നെ പ്രവർത്തനമാണ്, എഴുത്തല്ലേ. ഇപ്പോൾ എന്തായിരുന്നാലും മോൻ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പൈസ തരും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എഴുതാൻ ഒക്കില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ ബുദ്ധിയുള്ള അച്ഛനാണെങ്കിൽ തരും. അങ്ങനെ വല്ല തോന്നലും വല്ലതും ഉണ്ടോ? ഇല്ല, എനിക്കങ്ങനെ ഇല്ല. എല്ലാ കാര്യത്തിനും അച്ഛൻ സപ്പോർട്ടാണ് അല്ലേ? പിന്നെ അടുത്ത എന്താണ് പരിപാടി? അടുത്തിനി നാഷണൽസ് ഉണ്ട് ഇതിൻ്റെ ജൂണിലോ ജൂലൈയിലോ, ഡേറ്റ് പറഞ്ഞില്ല. അതിൽ കേരളയിൽ എൻ്റെ വീടിനെ റെപ്രസെൻ്റ് ചെയ്ത് എനിക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ചിലവൊക്കെ ആരായിരിക്കും വഹിക്കുന്നത്? അത് ഇതുവരെ എനിക്ക് തോന്നുന്നു, ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ, എനിക്ക് അതുകൊണ്ട് അതിനെപ്പറ്റി അറിയത്തില്ല. എനിക്ക് തോന്നുന്നു അവർ നമ്മൾ പോകാണ്ട് ചിലവ് മാത്രം നമ്മളാണ് അവിടെ വെച്ച് അവർ നമ്മളെ സ്പോൺസർഷിപ്പ് പോലെ അവിടെ വെച്ച് നമ്മളെ ഓരോ കമ്പനികൾ സ്പോൺസർ ചെയ്യുന്നു. കമ്പനികളല്ല, ഇത് ഗവൺമെൻറ്റിൻ്റെ സ്പോർട്സ് ആണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇത് സ്പോർട്സ് കൗൺസിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതെ, ഉണ്ട്. സ്പോർട്സ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടാണോ ഇപ്പോൾ ഈ പരിപാടി നടന്നത്? സ്റ്റേറ്റ്. ഇത് സ്റ്റേറ്റ് നടന്നിട്ട് എത്ര വർഷമായി? വർഷമല്ല, ഇപ്പോൾ ഒരു ജനുവരി ഈ കഴിഞ്ഞ ജനുവരിയിൽ. ഓ, അത് ശരി. അച്ഛൻ ആധാരമെഴുത്ത്, അമ്മ ടീച്ചർ, വിശ്വഭാരതി. വിശ്വഭാരതി സ്കൂള് ടീച്ചർ. മോനെ എവിടെ, ഏത് കോളേജിൽ പഠിക്കുന്നു? ഞാൻ +1 ആണ്. +2. ഏത് സ്കൂളിൽ? അരിമാനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ. അവിടുത്തെ പിന്നെ കൂട്ടുകാരും അധ്യാപകരും ഒക്കെ ഇതിന് സപ്പോർട്ട് തന്നെയാണ്? അവരൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ ഇപ്പോൾ സ്റ്റേറ്റ് അടിച്ചപ്പോഴാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിഞ്ഞത്. അല്ലാതെ അറിയാൻ വയ്യ. അല്ലാതെ ഇങ്ങനെയൊന്നും ഇതിനെപ്പറ്റിയൊന്നും അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അല്ല, അത് മാത്രമല്ല, ഈ സ്കൂൾ തലത്തിലൊക്കെ ഉള്ള മത്സരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ക്രിക്കറ്റ്, ഫുട്ബോള്, വോളിബോള്, ഇന്ത്യയിൽ ചെസ്, ഇതൊക്കെ മത്സരത്തിൽ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകും. പക്ഷേ ഈ പഞ്ചഗുസ്തി മറ്റ് സ്കൂളുകളിൽ തന്നെ പരസ്പരം നടക്കുന്നതായിട്ട് എനിക്കറിയാൻ വയ്യ. അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ, ഒന്നുമില്ല. ഇത് അങ്ങനെ അത്ര സ്കൂളുകൾക്ക് അങ്ങനെയൊന്നും നടത്തുന്ന സ്പോർട്സ് അല്ല. ഇഞ്ചറി സാധ്യത കൂടുതലല്ലേ? ഇഞ്ചറി സാധ്യത കൂടുതലാണെന്ന് പറയുമ്പോൾ പിടിക്കാൻ അറിയാത്ത ആൾക്കാർ ഇത് ടെക്നിക്കും കറക്റ്റ് ഫോമൊക്കെ ഉണ്ട് പിടിക്കാനേ. പറയുമ്പോൾ കറക്റ്റ് ഷോൾഡറൊക്കെ സ്ട്രൈറ്റ് ആയി അങ്ങനെ പിടിക്കാൻ അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഇഞ്ചറി വരാൻ സാധ്യതയുണ്ട്. സാധാരണ ഒന്ന് കൈ തന്നോട്ടെ. ഇങ്ങനെ അതല്ല കേട്ടോ, ടേബിളിൽ വെച്ചാണ് ഈ കാണിച്ചു തരുന്നത്. എന്ന് വെച്ചാൽ കറക്റ്റ് ഷോൾഡർ ഇങ്ങനെ സ്ക്വയർ ചെയ്ത് വെച്ച് കൈ ഷോൾഡറിന് നേരെ ആയിരിക്കണം. ഇങ്ങനെ ചിലപ്പോൾ കൈ പിടിക്കും. എന്ന് വെച്ചാൽ നമ്മളെ കൈ ഇങ്ങനെ ഇരിക്കല്ലേ, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റത്തില്ലല്ലോ കൈ. അപ്പോൾ ഒരാൾ ഇങ്ങനെ ആക്കി. ഇപ്പം നമ്മളിപ്പോൾ ഇത് പിന്നെ മത്സരം തുടങ്ങുമ്പോഴത്തേക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും അല്ലേ? സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കണം തുടങ്ങിയ ശേഷം എന്താണോ തുടങ്ങി. ഇത് പിന്നെ ഇതിന് പ്രത്യേക ടൈം ഡ്യൂറേഷൻ അങ്ങനത്തെ ഇതുമല്ലോ? അങ്ങനെയല്ല, ടൈമൊന്നുമില്ല. അത് ടൈമില്ല, സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും. അപ്പുറത്തുള്ളവനെ നമുക്ക് എപ്പോൾ അടിക്കാൻ പറ്റും അപ്പോൾ ജയിക്കുക. എത്ര നേരം വേണം നിൽക്കുക. അടിക്കുക എന്ന് പറയുമ്പം അടിച്ച് ടേബിളിൽ തൊടണം. ടേബിളിലല്ല, ഒരു പാഡ് 2 സൈഡിൽ പാഡ്, നമ്മൾ കൈ വയ്ക്കുന്നിടത്ത് പാഡുണ്ട്. ആ പാഡിൽ തൊടണം. അടിച്ച് ആ പാഡിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ വിന്നറാവും. ഏതെല്ലാം പിന്നെ ഇത് കിട്ടിയിട്ടുണ്ട് അവാർഡുകൾ? ഞാൻ ഇതുവരെ പോയ മത്സരത്തിനെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. 5 മത്സരത്തിന് 5-6 മത്സരത്തിന് പോയിട്ടുണ്ട്. എനിക്ക് 2 സെക്കൻഡ് ആയിരുന്നു. നമ്മുടെ ഇവിടെ തന്നെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അച്ഛൻ അവാർഡൊക്കെ എടുത്തോണ്ട് വരണുണ്ട് കേട്ടോ. ഇതൊക്കെ ആറ്റിങ്കലിൽ വെച്ച് കിട്ടിയതാണ്. ആറ്റിങ്കൽ സീനിയറിൽ പങ്കെടുത്തപ്പോൾ സെക്കൻഡ് കിട്ടി. സീനിയർ ഇത് ആറ്റിങ്കലിൽ വെച്ച് സീനിയറിൽ സെക്കൻഡ് കിട്ടി. കേരള സ്റ്റേറ്റ് അല്ലേ? ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ ഇത് ഇദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയ സ്റ്റേറ്റ് ട്രോഫി അല്ലേ? അപ്പോൾ ഈ പിടുത്തം മറക്കരുത്. ലോക ചാമ്പ്യനായിട്ട് വന്നാലും DNA ന്യൂസിനെ മറക്കരുത്. ഓക്കെ. അപ്പോൾ ഈ ദേവനാരായണന് DNA ന്യൂസിൻ്റെ എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും. ഓക്കെ.